ജനങ്ങൾക്ക് ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കാൻ ഉത്സാഹിക്കാത്ത പിണറായി സർക്കാർ മദ്യം വിളമ്പാൻ അത്യുത്സാഹമാണ് കാട്ടുന്നതെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ. പാലക്കാട്ട് മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മദ്യനിരോധന സമിതി കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾക്കറിയാം, 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ LDF ഒന്നുപോലെ ഉറപ്പു പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്ത് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും എന്നതാണ്. 2016-ലെ LDFന്റെ പ്രകടന പത്രികയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട ഭാഗം തുടങ്ങുന്നത് തന്നെ മദ്യം എന്നത് ഒരു മഹാവിപത്താണ്, മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുന്ന നയമായിരിക്കും LDF കേരളത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, 2016-ലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ LDFന്റെ നേതാക്കന്മാരൊക്കെ ആവർത്തിച്ച് പ്രസംഗിച്ചതും ഇതുതന്നെയാണ്. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ച ആ ഭാഗം ചാനലുകളൊക്കെ ഇപ്പോൾ ആവർത്തിച്ച് പ്രദർശിപ്പിക്കുന്നുണ്ട്. നിലവിലുള്ളതിനേക്കാൾ ഒരു തുള്ളി മദ്യം പോലും ഞങ്ങൾ കൂടുതൽ വിൽക്കില്ല എന്നാണ് അന്ന് പാർട്ടി സെക്രട്ടറി പ്രസംഗിച്ചത്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല, സ്കൂളുകളാണ്. ഇങ്ങനെ ആവർത്തിച്ച് നിലവിലുള്ളതിനേക്കാൾ ഒരു തുള്ളി മദ്യം പോലും കേരളത്തിൽ വിൽക്കില്ല എന്ന് ഇന്നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞവർ നേരത്തെ സംസാരിച്ച ശ്രീ സുൽത്താൻ സൂചിപ്പിച്ചു. 29-ൽ നിന്ന് കേരളത്തിലെ ബാറുകളുടെ എണ്ണം ഇന്നിപ്പോൾ 836 വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 836 ബാറുകൾ ഇന്ന് രാവും പകലും കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കുകയാണ്. 8 വർഷത്തിനിടെ 800-ലധികം ബാറുകൾക്ക് പുതിയ അനുമതി നൽകി കേരളത്തെ മദ്യക്കടലാക്കി മാറ്റിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുകൊണ്ടും തൃപ്തി വരാതെ ഇതാ വീണ്ടും കേരളത്തില് ഈ നാട്ടിലെ ജനങ്ങളെ മദ്യപിപ്പിച്ച് നശിപ്പിക്കാൻ വേണ്ടി പുതിയ മദ്യശാലയ്ക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ്. അതും കേരളത്തിലെ ഏറ്റവും അധികം ജലദൗർലഭ്യം അനുഭവിക്കുന്ന പാലക്കാട്ടെ ഈ എലപ്പുള്ളി പഞ്ചായത്തില് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അംഗീകരിക്കുക എന്ന് തങ്ങളുടെ മദ്യനയത്തിന്റെ ആദ്യ വാചകമായി എഴുതിവെക്കുകയും നിലവിലുള്ളതിൽ കൂടുതലായി ഒരു തുള്ളി മദ്യം പോലും ഞങ്ങൾ വിൽക്കില്ല എന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ ആവർത്തിച്ച് പ്രസംഗിക്കുകയും ചെയ്ത LDF നേതാക്കളാണ് ഇപ്പോൾ വമ്പൻ മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഡൽഹി മദ്യനയക്കേസിൽ അറസ്റ്റിലായവരുടെ കമ്പനിയെ പാലക്കാട്ടേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല, സ്കൂളുകളായിരിക്കും എന്ന് പ്രചാരണം നടത്തിയവർ നാടിനെ നശിപ്പിക്കുകയാണ്. ലഹരി മുക്തമാക്കുമെന്ന് വാഗ്ദാനം നൽകിയ LDF സർക്കാർ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ലഹരി പ്രോത്സാഹകരായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് പാലക്കാട്ട് പുതുതായി വമ്പൻ മദ്യനിർമ്മാണശാല അനുവദിച്ചത്. ഇന്ന് രാജ്യത്ത് വിദേശമദ്യ ഉപഭോഗം ഏറ്റവും ഉയർന്ന സംസ്ഥാനം കേരളമാണ്. ഇവിടെ ആളുകൾ സ്വയം കുടിക്കുകയല്ല, നാടെങ്ങും മദ്യശാലകൾ അനുവദിച്ച് പ്രലോഭിപ്പിക്കുന്ന സാഹചര്യമൊരുക്കി ജനങ്ങളെ സർക്കാർ കുടിപ്പിക്കുകയാണ്. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനാഥ് കടമ്പഴിപ്പുറം, ആന്റണി പന്തല്ലൂക്കാരൻ, N വേലായുധൻ, KA സുലൈമാൻ, M അഖിലേഷ് കുമാർ, രാമകൃഷ്ണൻ തച്ചമ്പാറ, മാണി പറമ്പേത്ത്, K അബൂബക്കർ, വേലായുധൻ കൊട്ടേക്കാട് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.